താൻ യഥാർത്ഥ മഞ്ഞുമ്മൽ ബോയ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആർക്കും ഗേൾഫ്രണ്ട് ഇല്ലേ എന്ന് ചോദിച്ചിരുന്നുവെന്ന് പറയുകയാണ് സംവിധായകൻ ചിദംബരം. കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്ന കാലത്ത് തങ്ങൾക്ക് ഗേൾഫ്രണ്ട് ഇല്ലായിരുന്നു എന്നാണ് മഞ്ഞുമ്മൽ ബോയ്സ് മറുപടി പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളെയും നായകന്മാർക്ക് ലവ് ട്രാക്കും കൊണ്ടുവരാതിരുന്നത് എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നതിൻ്റെ ഇടയിലാണ് ചിദംബരം ഈ കാര്യം പറഞ്ഞത്. ഗലാട്ട തമിഴിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഒരു നായികയെ കൊണ്ടുവരാനുള്ള സ്പേസ് മഞ്ഞുമ്മൽ ബോയ്സിൽ ഉണ്ടായിരുന്നില്ല. പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ബോയ്സ് തന്നെ 11 ആളുകളുണ്ട്. അവരെയൊക്കെ കാണിച്ചു വരുമ്പോഴേക്കും സിനിമ അവസാനിക്കും, ചിദംബരം പറഞ്ഞു. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ ഇടയിൽ ഒരു ലവ് ട്രാക്ക് കൊണ്ടുവന്നാൽ അത് വെറുതെ കാണിക്കുന്നത് പോലെ ആകും എന്നും ഒരു പാട്ടിനോ ഷോട്ടിനോ മാത്രമായി സ്ത്രീ കഥാപാത്രത്തെ കൊണ്ടുവരാൻ കഴിയില്ലെന്നും അദ്ദേഹം അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു. സിനിമയുടെ ഇടയിൽ ഒരു ലവ് ട്രാക്ക് കൊണ്ടുവന്നാൽ അത് വെറുതെ കാണിക്കുന്ന പോലെയാവും. അങ്ങനെ ഒരു സ്ത്രീ കഥാപാത്രം വന്നാൽ ആ കഥാപാത്രത്തോട് നമുക്ക് ഒരു ജസ്റ്റിസ് ഉണ്ടാവും. വെറുതെ ഒരു പാട്ടിനോ ഷോട്ടിനോ മാത്രമായി സ്ത്രീ കഥാപാത്രത്തെ കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ ഒരാളെ കൊണ്ടുവരുമ്പോൾ അത് ഒരു ഫുൾ ക്യാരക്ടറാണ്. പക്ഷേ അതിനുള്ള സ്പേസ് ഈ പടത്തിൽ ഇല്ല, ചിദംബരം പറഞ്ഞു. ജാനേമന് ശേഷം ചിദംബരത്തിൻ്റെ സംവിധാനത്തിൽ യുവതാരനിര ഒന്നിച്ച ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. 11 യുവാക്കളുടെ കഥയായിരുന്നു ചിത്രം പറഞ്ഞിരുന്നത്. ഈ സിനിമ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള തിയേറ്ററുകളിൽ വൻ വിജയമാണ്. ചിത്രത്തിൽ സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി, ജീൻ പോൾ ലാൽ, ഗണപതി, ബാലു വർഗീസ്, അരുൺ കുമാർ, ദീപക് പറമ്പോൽ, ചന്തു സലീം കുമാർ, ഖാലിദ് റഹ്മാൻ തുടങ്ങിയ യുവതാരനിരയാണ് ഒന്നിച്ചത്.